കൊട്ടാരക്കര മുൻ എം.എൽ.എ. ഐഷ പോറ്റിയെ അനുനയിപ്പിക്കാനാവാതെ CPM. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഐഷ പോറ്റിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടി നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വിജയിക്കുന്നില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം വാക്കനാട് ഗവൺമെന്റ് HSSൽ നടന്ന അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഐഷ പോറ്റി ഒഴിവായി. ഉദ്ഘാടനത്തിന് തലേ ദിവസം സ്കൂൾ സന്ദർശിച്ചാണ് ചടങ്ങിൽ നിന്നും അവർ സ്വയം ഒഴിവായത്. മന്ത്രി KN ബാലഗോപാൽ ആയിരുന്നു ഉദ്ഘാടകൻ. ഐഷ പോറ്റി MLA ആയിരുന്ന കാലത്താണ് കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. ആദ്യ കരാറുകാരൻ നിർമ്മാണം പകുതിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാർ നൽകി നിർമ്മാണം പുനരാരംഭിക്കാൻ മുൻകൈയെടുത്തത് മന്ത്രി KN ബാലഗോപാലാണ്. എന്നാൽ പരിപാടിയുടെ നോട്ടീസിലും കെട്ടിടത്തിലും മന്ത്രി KN ബാലഗോപാലിന്റെ നിർദ്ദേശത്താൽ അനുവദിച്ച 2 കോടി രൂപയാൽ നിർമ്മിച്ച കെട്ടിടമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഴുത്ത് ശ്രദ്ധിച്ചില്ലെന്നും ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്ന പതിവില്ലെന്നും ഐഷ പോറ്റി പറയുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായ അസൗകര്യമുള്ളതിനാലാണ് തലേന്നേ സ്കൂളിൽ പോയത്. ഏറെക്കാലം കയറി ഇറങ്ങിയാണ് ഓരോ പദ്ധതിയും അനുവദിപ്പിച്ചതെന്നും ഐഷ പോറ്റി പറയുന്നു. CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതോടെ സജീവ രാഷ്ട്രീയം വിടുകയാണെന്ന് പ്രഖ്യാപിച്ച ഐഷ പോറ്റി അടുത്ത കാലത്ത് കോൺഗ്രസ് നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. പാർട്ടിയുമായുള്ള പിണക്കത്തിൽ മഞ്ഞുരുകിയിട്ടില്ലെന്ന സൂചനയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്.